ഓക്കെ, സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷൻ ആണ്, റിവിഷൻ ആണ് ഇപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം മെയിൻ ആയിട്ട് ഇതില് പിന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ അതുപോലെ തന്നെ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ, ദ പ്രോസസ് ഓഫ് പ്രിസർവിംഗ് ഫുഡ് ബൈ റാപ്പിഡ് ഫ്രീസിംഗ് ഫോളോഡ് ബൈ ഡീഹൈഡ്രേഷൻ ഇൻ വാക്യൂം ഇസ് കോൾഡ് ആസ്. എന്താണ് ആ ഒരു പ്രോസസ്സിന്റെ പേര്? ആൻസർ പറഞ്ഞോളൂ. ഓക്കെ, ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ലയോഫിലൈസേഷൻ ആണ് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോക്രേറ്റ് കണ്ടെയ്നിങ്, അതിലത്തെ സോക്രേറ്റിന്റെ സോൾട്ടിന്റെ അതുപോലെ തന്നെ ആസിഡിന്റെ പെർസെന്റേജ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയുന്നവരൊന്ന് പറയുക. പറഞ്ഞോളൂ, ആൻസർ അറിയെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് 2 to 3% സോൾട്ടും അതുപോലെ തന്നെ 1.5% ലാക്ടിക് ആസിഡും ആണ്. ഗ്രേറ്റർ ദാൻ 1.5% ലാക്ടിക് ആസിഡ് ആണ് സോക്രേറ്റിലെ കോൺസെൻട്രേഷൻ. അതായത് സോൾട്ട് 2 to 3%, അതുപോലെ തന്നെ ലാക്ടിക് ആസിഡ് ഗ്രേറ്റർ ദാൻ 1.5% ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കംപ്ലീറ്റ് ആക്റ്റീവ് എൻസൈം കണ്ടെയ്നിങ് ബോത്ത് പ്രോട്ടീൻ ആൻഡ് നോൺ പ്രോട്ടീൻ പാർട്ട് ഈസ് നോൺ ആസ്. അപ്പോ എൻസൈം ആണോ, കോഫാക്ടർ ആണോ, എൻസൈം ആണോ, അല്ല ഹോളോ എൻസൈം ആണോ? എന്താണ് ഇതിന്റെ ആൻസർ? ഓക്കെ, സോ ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഹോളോ എൻസൈം ആണ്. അതായത് എൻസൈമിലെ ആക്റ്റീവ് എൻസൈംസും അതുപോലെ തന്നെ നോൺ പ്രോട്ടീൻ പാർട്ടും കൂടെ, അതായത് ബോത്ത് പ്രോട്ടീൻ ആൻഡ് നോൺ പ്രോട്ടീൻ പാർട്ട് കണ്ടെയ്ൻ ചെയ്ത ആ ഒരു കോംപ്ലക്സിനാണ് ഹോളോ എൻസൈം എന്ന് പറയുന്നത്. ആക്റ്റീവ് എൻസൈം ആയിരിക്കും. അതുപോലെ TSS കണ്ടന്റ് ഓഫ് സ്ക്വാഷിലത്തെ TSS കണ്ടന്റ് എത്രയാണ്? നിങ്ങളൊന്ന് നിങ്ങൾക്ക് നിങ്ങളെ കറണ്ട് സിറ്റുവേഷൻ എത്രയാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ട് ആൻസർ ചെയ്ത് നോക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അത് ടൈമാണ് തരുന്നത്. അപ്പൊ പെട്ടെന്ന് ആൻസർ ചെയ്യുക. TSS കണ്ടന്റ് സ്ക്വാഷിലത്തെ TSS കണ്ടന്റ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. 40 to 50%. കറക്റ്റ് ആണ്, 40 to 50% ആണ് സ്ക്വാഷിലത്തെ TSS കണ്ടന്റ്. ഓൾമോസ്റ്റ് 45% വരിക. ഓക്കെ, അപ്പൊ സ്റ്റഡി ഗൈഡ് ലൈൻ പ്രകാരം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഇസ് FDA അപ്രൂവ്ഡ് നോൺ ന്യൂട്രിറ്റീവ് സ്വീറ്റ്നർ വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി 20,000 times സ്വീറ്റർ ദാൻ ടേബിൾ ഷുഗർ. എന്താണ് അത്? FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള നോൺ ന്യൂട്രിറ്റീവ് സ്വീറ്റ്നസ് ആണ്. ഇതിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം നോൺ ന്യൂട്രിറ്റീവ് സ്വീറ്റ്നസ് ആണ്. അപ്പോൾ ഇതിൽ പിന്നെ FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള നോൺ ന്യൂട്രിറ്റീവ് സ്വീറ്റ്നർ അതിന്റെ സ്വീറ്റ്നസ് ഓൾമോസ്റ്റ് 20,000 ഉള്ളത് ഏതാണ്? ആദ്യം ഒരു 20 ക്വസ്റ്റ്യൻ ഫുഡ് റിലേറ്റഡ് ആണ്, അതിനുശേഷം ഡയറിയിലേക്ക് പോവാം. അപ്പൊ അറിയാവുന്നവർ പറഞ്ഞോളൂ ആൻസർ. ഇത് അഡ്വാൻറ്റൈം എന്ന് പറഞ്ഞ ഒരു സ്വീറ്റ്നസ് ആണ്. അസ്പാർട്ടൈം ഉണ്ട്, പക്ഷെ അസ്പാർട്ടൈം അല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും അല്ല, അഡ്വാൻറ്റൈം തന്നെയാണ്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇത് ലാസ്റ്റത്തെ 2022 പിന്നെ ഈ SC/ST കാറ്റഗറിക്ക് മാത്രം FSO എന്നൊരു എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ അതിലുണ്ടായ ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ആൻസർ അഡ്വാൻറ്റൈം ആണ്. ഓക്കെ, അപ്പോ അതൊന്ന് ഓർത്ത് വെക്കുക. സോ നെക്സ്റ്റ് വൺ, ഐഡിയൽ റെഫ്രിജറേറ്റർ സ്റ്റോറേജ് ടെമ്പറേച്ചർ ഫോർ പെരിഷബിൾ ഫുഡ്. പെരിഷബിൾ ഫുഡിന്റെ റെഫ്രിജറേറ്റർ സ്റ്റോറേജ് ടെമ്പറേച്ചർ, ഫ്രോസൺ കണ്ടീഷൻ അല്ല, റെഫ്രിജറേറ്റർ സ്റ്റോറേജിന്റെ പിന്നെ പെരിഷബിൾ ഫുഡിലുള്ള റെഫ്രിജറേറ്റർ സ്റ്റോറേജ് കണ്ടീഷൻ ടെമ്പറേച്ചർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. CFSOന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മനസ്സിലാവും, അവർ കുറെ ടെമ്പറേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ ബെറ്റർ ടു ഗെറ്റ് ടു നോ അബൌട്ട് ഇറ്റ്. കാരണം കുറെ ടെമ്പറേച്ചർ വാല്യൂസ് ഒക്കെ ചോദിക്കാറുണ്ട്. ഡേഞ്ചർ സോൺ ടെമ്പറേച്ചർ, അതുപോലെ തന്നെ പിന്നെ സ്റ്റെറിലൈസേഷൻ ടെമ്പറേച്ചർ, പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ, അങ്ങനെ ടെമ്പറേച്ചർ തെർമൽ പ്രോസസ്സിങ്ങിനും ഫ്രോസൺ കണ്ടീഷനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ഈ ഒരു എക്സാം. അപ്പൊ അതിനൊന്ന് ഓർത്ത് വെക്കുക. എത്രയാണ് നമ്മൾ പറയാറുണ്ട്? D ആണോ? ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. കാരണം റെഫ്രിജറേറ്റർ സ്റ്റോറേജ് ടെമ്പറേച്ചർ ആണ് ചോദിച്ചത് കേട്ടോ, ഫോർ പെരിഷബിൾ കമ്മോഡിറ്റി കേട്ടോ, പെരിഷബിൾ കമ്മോഡിറ്റി. കാരണം 4 to ഓപ്ഷൻ C ആണ് -8. മൈനസ് ഡിഗ്രിയിൽ ഒരിക്കലും റെഫ്രിജറേറ്റർ കണ്ടീഷൻ ഒരിക്കലും -ഡിഗ്രിയിലേക്ക് പോവില്ല, ഫ്രോസൺ കണ്ടീഷൻ അല്ലല്ലോ. ഓക്കെ, അപ്പോ 1 to 4 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. So next one, the type of packaging material is hard
മോയ്സ്ചർ റെസിസ്റ്റന്റ് ആൻഡ് ലോ ഗ്യാസ് പെർമിയബിലിറ്റി ആൻഡ് ഹൈ ഇമ്പാക്ട് സ്ട്രെങ്ത്. കാരണം പാക്കേജിംഗ് മെറ്റീരിയൽസിന്റെ ഓരോ പാക്കേജിംഗ് മെറ്റീരിയൽസിന്റെ ഓരോ പ്രോപ്പർട്ടീസ് ആണ്. ചിലത് ഹൈ മോയ്സ്ചർ റെസിസ്റ്റന്റ് ആയിരിക്കും, ചിലത് ലോ മോയ്സ്ചർ റെസിസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ ചെയ്യുന്നത്? ഹൈ മോയ്സ്ചർ റെസിസ്റ്റന്റ്, അതായത് ലോ വാട്ടർ വേപ്പർ ട്രാൻസ്മിഷൻ റേറ്റ് ആണ് ഹൈ മോയ്സ്ചർ റെസിസ്റ്റന്റ് വെച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോ വാട്ടർ വേപ്പർ ട്രാൻസ്മിഷൻ റേറ്റ്, വാട്ടർ വേപ്പർ ട്രാൻസ്മിഷൻ റേറ്റ്, WVTR എന്ന് പറയും. ലോ ഗ്യാസ് പെർമിബിലിറ്റി, ഗ്യാസ് ട്രാൻസ്മിഷൻ റേറ്റ് എന്ന് പറയും. ഓക്കെ, ആൻഡ് ഹൈ ഇമ്പാക്ട് സ്ട്രെങ്ത്, നല്ല സ്ട്രെങ്ത് ഉണ്ട്. അപ്പൊ ഏതായിരിക്കും അത്? കാരണം PVC ആണ് എക്സാമ്പിൾ, പോളിവീനൽ ക്ലോറൈഡ്. ഓക്കെ, വിനിലിഡിൻ ക്ലോറൈഡ് അല്ല, പോളിവീനൽ ക്ലോറൈഡ് ആണ് PVC. ഓക്കെ, ഇതിന് ആൻസർ വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടെക്സ്ചറൈസ്ഡ് വെജിറ്റബിൾ പ്രോട്ടീൻ ഈസ് മെയ്ഡ് ഫ്രം. TVP ഇതിൽ ഏതിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ടെക്സ്ചറൈസ്ഡ് വെജിറ്റബിൾ പ്രോട്ടീൻ, ഗസ് ചെയ്യാം ആൻസർ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. ഇതില് നമുക്ക് ഏതൊരു പ്ലാന്റ് ബേസ്ഡ് സോഴ്സിൽ നിന്ന് നമുക്ക് ടെക്സ്ചറൈസ്ഡ് വെജിറ്റബിൾ പ്രോട്ടീൻ ഉണ്ടാക്കാം. അതാണ് ഇതിന്റെ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടെക്സ്ചറൈസ്ഡ് വെജിറ്റബിൾ പ്രോട്ടീൻ. ടെക്സ്ചറൈസ്ഡ് വെജിറ്റബിൾ പ്രോട്ടീൻ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യാന്ന് അറിയാവോ? ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഇൻവോൾവ് ആയിക്കോ, കുഴപ്പമില്ല. കാരണം കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവർ ഒബ്വിയസ്ലി ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ടെക്സ്ചറൈസ്ഡ് വെജിറ്റബിൾ പ്രോട്ടീൻ മെയ്ഡ് അപ്പ് ഓഫ് എന്തെന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? TVP. അല്ല, എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു ഓൾറെഡി ഏതൊരു വെജിറ്റബിൾ സോഴ്സിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊരു വെജിറ്റബിൾ സോഴ്സ് ആയാലും, ഓയിൽ സീഡിൽ നിന്നുള്ള ബൈ പ്രൊഡക്ട്സ് എന്നായാലും, ഓയിൽ പ്രസ് കേക്ക് എന്ന് പറയും ഓയിൽ സീഡിന്റെ ബൈ പ്രൊഡക്റ്റ്, പിന്നെ ബൈ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് പിന്നെ എന്തുണ്ടാക്കാൻ പറ്റും? ടെക്സ്ചറൈസ്ഡ് വെജിറ്റബിൾ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോ സോയാബീന്റെ ഓയിലിന്റെ ബൈ പ്രൊഡക്റ്റ് ആയാലും, വീറ്റിൽ നിന്നായാലും, വീറ്റ് ജേം ഓയിൽ പ്രോസസ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള പോർഷൻസ് നിന്നായാലും, അതുപോലെ തന്നെ ഓട്സും ഏറ്റവും കൂടുതൽ ജേം പോർഷൻ ഉള്ള ഒരു സീരിയലാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ടെക്സ്ചറൈസ്ഡ് വെജിറ്റബിൾ പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ടെക്സ്ചറൈസ്ഡ് വെജിറ്റബിൾ പ്രോട്ടീൻ നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്? അതുകൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക. എന്തിലാണ് യൂസ് ചെയ്യുന്നത്? ടെക്സ്ചറൈസ് ചെയ്തതാണ്. കാരണം അതിന്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു പിന്നെ വെജിറ്റബിൾ പ്രോട്ടീൻ ആണ്. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആലോചിച്ച് നോക്കി. ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണത്, മാനുഫാക്ചർ ചെയ്യുന്നത്. വീഗാൻ, ഒരു ഹിന്ദി തരാം. വീഗാനായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അറിയാവോ? ഓക്കെ, ടെക്സ്ചറൈസ്ഡ് വെജിറ്റബിൾ പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് വീഗാൻ മീറ്റിന് പ്രൊഡക്ഷൻ വേണ്ടിയിട്ടാണ്. വീഗാൻ മീറ്റ് അല്ലെങ്കിൽ പ്ലാന്റ് ബേസ്ഡ് മീറ്റ് എന്ന് പറയും, വീഗാൻ മീറ്റ് പ്രൊഡക്റ്റ്. ഓക്കെ, അതിൽ ടെക്സ്ചറൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ എന്തൊക്കെ മെത്തേഡ് വെച്ചിട്ട് ടെക്സ്ചറൈസ് ചെയ്യാന്ന് അറിയാവോ? ഓക്കെ, നമ്മൾ എക്സ്ട്രൂഷൻ എന്നുള്ള ടെക്നിക്സ് യൂസ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഗ്രൈൻഡിങ് യൂസ് ചെയ്യും, നോർമൽ ഗ്രൈൻഡിങ് മെത്തേഡ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ടെക്സ്ചറൈസേഷൻ എന്നുള്ള പ്രോസസ്സ് തന്നെ ഒരുപാട് മെത്തേഡിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ബോൾ മില്ല് യൂസ് ചെയ്ത് ടെക്സ്ചറൈസേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഹീറ്റ്, ആസിഡ്, ആൽക്കലി കൊയാഗുലേഷൻ മെത്തേഡ്, അത് നമ്മൾ പ്രോട്ടീൻ എക്സ്ട്രാക്ഷൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് പിന്നെ വേറെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉള്ളത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രോട്ടീൻ ഐസൊലേറ്റിലാണോ പ്രോട്ടീൻ കോൺസെൻട്രേറ്റിലാണോ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത്? പ്ലാന്റ് പ്രോട്ടീൻ ഐസൊലേറ്റിലാണോ കോൺസെൻട്രേറ്റിലാണോ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത്? ഒന്ന് പറയാമോ? പ്ലാന്റ് പ്രോട്ടീൻ ഐസൊലേറ്റ്, ഞാൻ ഇങ്ങനെ PPI എന്ന് ഉദ്ദേശിക്കുന്നു, അല്ല പ്ലാന്റ് പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്. ഓക്കെ, പ്ലാന്റ് പ്രോട്ടീൻ ഐസൊലേറ്റിൽ ആണോ കോൺസെൻട്രേറ്റിലാണോ കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത്? പറയാമോ? ഹലോ, ജസ്റ്റ് ഗസ്റ്റ് ചെയ്തോ, കുഴപ്പമില്ല. നമുക്കത് പറഞ്ഞോളൂ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഇൻവോൾവ് ചെയ്താലല്ലേ
പിന്നെ അതിനനുസരിച്ച് നമുക്കൊരു ഡിസ്കഷൻ രസം ഉണ്ടാവുള്ളൂ. കോൺസെൻട്രേറ്റ്, ഓക്കെ. കാരണം നമ്മളെ ഓൾവേസ് ഗസ് ചെയ്യുന്നതാണ്. കാരണം പ്ലാന്റ് പ്രോട്ടീൻ ഐസൊലേറ്റിലാണ് കൂടുതൽ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ളത്. കോൺസെൻട്രേറ്റ് എന്ന ടേം അവിടെ ഉണ്ടെങ്കിലും കോൺസെൻട്രേറ്റിലല്ല, ഐസൊലേറ്റിലാണ് ഉണ്ടാവുക. കാരണം നമ്മൾ വാങ്ങിക്കുന്ന പ്രോട്ടീൻ പൗഡർ ഒക്കെ ഉണ്ടല്ലോ, അതായത് പിന്നെ ഇപ്പം ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ വാങ്ങിക്കുന്ന വേ പ്രോട്ടീൻ ഐസൊലേറ്റ് അല്ലെ, അങ്ങനെ അതിൽ ചെയ്തിട്ടുണ്ടാവുക WPI വേ പ്രോട്ടീൻ ഐസൊലേറ്റ് ആണെങ്കിലും, പിന്നെ സോയ് പ്രോട്ടീൻ ഐസൊലേറ്റ് ആണെങ്കിലും സോയ് പ്രോട്ടീൻ ഐസൊലേറ്റ് SPI എന്ന് ഉദ്ദേശിക്കാം. ഓക്കെ, ഇതൊക്കെ ഐസൊലേറ്റ് ആണ്. ഇതിൽ ഓൾമോസ്റ്റ് 90% ഓർ എബോ പ്രോട്ടീൻ കണ്ടന്റ് ഉണ്ടാവും. അവർ പറയുന്നത് 96% ഒക്കെയാണ്. അതുകൂടാതെ പ്രോട്ടീൻ ഐസൊലേറ്റ് ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ പെൻ ടാബ് വർക്ക് ചെയ്യാത്തതാണ് കേട്ടോ, ഞാൻ ഈ മൗസിനെ കൊണ്ട് എഴുതുമ്പോൾ വലിയ ക്ലിയർ ഇല്ലാത്തത്. ഓക്കെ, അപ്പോ അതിന്റെ USB പോർട്ടിന് എന്തോ കംപ്ലൈന്റ് ആയിരുന്നു. ഓക്കെ, സോ പ്ലാന്റ് പ്രോട്ടീൻ ഐസൊലേറ്റ്, അതായത് വേ പ്രോട്ടീൻ ഐസൊലേറ്റ് ആണെങ്കിലും, പിന്നെ എന്താ സോയ് പ്രോട്ടീൻ ഐസൊലേറ്റ് ആണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് 90% എബോ വരും. പിന്നെ അതുകൂടാതെ ഏറ്റവും കൂടുതൽ ബയോളജിക്കൽ വാല്യൂ കൂടി ഉള്ളതാണ് ഈ പ്രോട്ടീൻ ഐസൊലേറ്റ് എന്നുള്ളത്. BV എന്ന് പറയും, ബയോളജിക്കൽ വാല്യൂ. ഓക്കെ, അതായത് നമ്മൾ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യുന്നതിന് എത്രത്തോളം നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നു, അതിനെയാണ് ബയോളജിക്കൽ വാല്യൂ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, നെറ്റ് പ്രോട്ടീൻ ഇൻടേക്കും അതുപോലെ തന്നെ ഇങ്ങനെ കുറെ ടേംസ് ഉണ്ട്. പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കോഎഫിഷ്യന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ടേംസ് ഉണ്ട് ന്യൂട്രീഷനിൽ. അപ്പോൾ അതിൽ വരുന്ന ഒരു ടേമാണ് ബയോളജിക്കൽ വാല്യൂ. ബയോളജിക്കൽ വാല്യൂ ഏറ്റവും കൂടുതലായിരിക്കും എന്തില്ലേ, വേ പ്രോട്ടീൻ ഐസൊലേറ്റിലാണെങ്കിൽ വേ പ്രോട്ടീൻ ഐസൊലേറ്റ് ഏറ്റവും കൂടുതലുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്താ പറയുക, ആനിമൽ ബേസ്ഡ് പ്രോട്ടീൻ സോഴ്സിലായിരിക്കും ബയോളജിക്കൽ വാല്യൂ എപ്പോഴും ഹൈ ആയിരിക്കുക. അതായത് ചിക്കൻ, അതുപോലെ തന്നെ ബാക്കിയുള്ള മീറ്റ് പ്രോട്ടീൻ, അതുപോലെ തന്നെ എഗ്ഗിലത്തെ ബയോളജിക്കൽ വാല്യൂ ഓൾമോസ്റ്റ് 96% ആണ്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ വേ പ്രോട്ടീൻ ഐസൊലേറ്റ് ഓൾമോസ്റ്റ് 94 to 96% തന്നെയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വേ പ്രോട്ടീനിലുള്ളത് ലാക്ടോ ആൽബുമിനും ലാക്ടോ ഗ്ലോബുലിനും, അതുപോലെ തന്നെ പിന്നെ ഓവോ ആൽബുമിൻ, ഓവോ ഗ്ലോബുലിൻ, അതൊക്കെ എഗ് പ്രോട്ടീനിലുള്ള പ്രോട്ടീൻസ് ആണ്. ആ പ്രോട്ടീനെ പറ്റൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഏതാണ് അതിന്റെ സ്ട്രക്ചർ, ഗ്ലോബുലാർ പ്രോട്ടീൻ ആണോ ആൽബുമിൻ ആണോ, അതൊക്കെയാണ് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, പോൾ ഓഫ് ദ ബോണിലത്തെ ആൻസർ, ഏതൊരു പ്ലാന്റ് സോഴ്സും നമുക്ക് പ്രോട്ടീൻ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. സോ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാർലിക് ആസിഡ് കണ്ടെയ്ൻ. ഇത് നിങ്ങൾ കുറെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ള ഗാർലിക് ആസിഡ് ഉള്ള ആക്റ്റീവ് കോമ്പൗണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കോമ്പൗണ്ട് ഏതാണെന്നാണ്. ഏതാണത്? പറഞ്ഞോളൂ, പെട്ടെന്ന് പറഞ്ഞോളൂ, സമയം കളയാം. നിങ്ങൾ ടൈപ്പ് ചെയ്യല്ലേ, ടൈപ്പ് ചെയ്താൽ എനിക്ക് കാണില്ല. എനിക്ക് ആകെ ഈ സ്ക്രീൻ മാത്രമേ വിസിബിൾ ആവുള്ളൂ. കാരണം പ്രസന്റേഷൻ മോഡിലായതുകൊണ്ട് എനിക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് വേറെ ഡിവൈസിൽ എനിക്ക് ലോഗിൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ, തെറ്റിയാലൊന്നും കുഴപ്പമില്ല. ഗാർലിക്കിലുള്ള കോമ്പൗണ്ട് ഏതാണ്? അലിസിൻ ആണ്. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ബാക്കിയുള്ള കോമ്പൗണ്ട്സ് ഒക്കെ ഏതാണെന്ന് അറിയോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇതില് അലിസിൻ എന്നുള്ള കോമ്പൗണ്ട് ഉള്ളത് ഗാർലിക്കിലാണ്. ഓക്കെ, അലിസിൻ ഗാർലിക്കിലാണ് ഉള്ളത്. പിന്നെ ലിമോണിൻ എന്നുള്ള കോമ്പൗണ്ട് ഈ ഏതിലുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഓറഞ്ച് ഫാമിലിയിലുള്ളത്, അതായത് ലെമൺ അതുപോലെ തന്നെ ഓറഞ്ചിലൊക്കെ ഉള്ളതാണ് ലിമോണിൻ എന്നുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് സൈമിൻ ആണ്. അപ്പൊ സൈമിൻ പ്രസന്റ് ആയിട്ടുള്ളത്, സൈമിൻ എന്നുള്ള കോമ്പൗണ്ട് ഒരുപാട് ഫീനോളിക്, ഇറ്റ്സ് എ ഫീനോളിക് കോമ്പൗണ്ട് ആണ്. അത് ഒരുപാട് പ്രൊഡക്ട്സിൽ അല്ലെങ്കിൽ ഒരുപാട് പ്ലാന്റ് സോഴ്സിൽ പിന്നെ കാണപ്പെടുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് ഒറിഗാനോ അതുപോലെ തന്നെ തൈം. ഒറിഗാനോ അതുപോലെ തന്നെ തൈമിലത്തെ പഞ്ചന്റ് ആയിട്ടുള്ള ആ ഒരു ഓർഡറിന് കാരണമായിട്ടുള്ള കോമ്പൗണ്ട് ആണ് സൈമി എന്ന് പറയുന്നത്. ഒറിഗാനോ അതുപോലെ തന്നെ തൈം. ഓക്കെ, ഒറിഗാനോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ആൻതോൾ ആണ്. ഓക്കെ, അപ്പൊ ആൻതോൾ കോമൺലി പ്രസന്റ് ആയിട്ടുള്ളത് ഇൻസെക്റ്റിലാണ്. ഓക്കെ, അതിലത്തെ കോമ്പൗണ്ട്സ് ആണ് ആൻതോൾ. നെക്സ്റ്റ് വരുന്നത് ഇൻ പൾസ് മില്ലിംഗ് മിക്സിംഗ് വിത്ത് റെഡ് എർത്ത് ഈസ് ഓൾസോ നോൺ ആസ്.
പൾസ് മില്ലിങ്ങിൽ റെഡ് എർത്തുമായിട്ട് മിക്സ് ചെയ്യുക. റെഡ് എർത്ത് എന്ന് വെച്ചാൽ ഒരു കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലേ പോലുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ആ കോമ്പൗണ്ട് നമ്മൾ പൾസ് മില്ലിങ്ങിൽ ആഡ് ചെയ്യുന്നത് അതിന്റെ ബ്രോക്കൺ, അതായത് ബ്രേക്കേജ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അതിന്റെ പിന്നെ അവിടെ എക്സ്റ്റേണൽ കോട്ടിങ്, അതിന്റെ പൾസിന്റെ ആ ഒരു കോട്ടിങ് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ ഈ റെഡ് എർത്ത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഏത് മില്ലിങ്ങിലാണ് നമ്മൾ പിന്നെ ഇൻ പൾസ് മില്ലിംഗ് ഈ റെഡ് എർത്തുമായിട്ട് മിക്സ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പൾസ് മില്ലിംഗ് മിക്സിംഗ് വിത്ത് റെഡ് എർത്ത് ഈസ് ഓൾസോ നോൺ ആസ് പിച്ചിങ് ആണോ? വെറ്റ് മില്ലിങ്ങിന്റെ പ്രോസസ്സിലാണ് നമ്മൾ പിന്നെ ഈ ആ മിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വെറ്റ് മില്ലിംഗ് എന്ന് പറയുക. അതായത് റെഡ് എർത്തുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മൾ പിന്നെ എന്താ പറയാ ഇതിനെ റിമൂവ് ആവുന്നത്, ആ ഒരു ഔട്ടർ കോട്ടിങ് റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെ എന്താണ് റെഡ് എർത്തുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വെറ്റ് മില്ലിംഗ് എന്ന് പറയാം. അപ്പൊ വെറ്റ് മില്ലിംഗ് എന്നുള്ള പ്രോസസ്സിൽ മാത്രമേ വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, മീൻസ് ഈ ക്വസ്റ്റ്യന്റെ ക്ലാരിറ്റി ഇത്തിരി കുറവാണ്. പക്ഷെ അവർ ആ ഒരു എക്സാമിന് ഇത് റിമൂവ് ചെയ്തിട്ടൊന്നുമില്ല. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് സാധാരണയായിട്ട് കണ്ടുവന്നുള്ളത്. അതായത് ഈ ICAR എക്സാമിലൊക്കെ അവർ ചോദിക്കുന്നത് ഡ്രൈ മില്ലിങ്ങിലാണോ വെറ്റ് മില്ലിങ്ങിലാണോ റെഡ് എർത്ത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് രീതിയിലാണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുക, ട്രൂ ഓർ ഫോൾസിൽ. ഇപ്പൊ വെറ്റ് മില്ലിങ്ങിലാണ് റെഡ് എർത്ത് യൂസ് ചെയ്യുക. അതാണ് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ. ഓക്കെ, മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ ഈ വേറെ കാര്യം, ഈ പിറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ പൾസ് മില്ലിങ്ങിൽ ഇതില് സ്ക്രാച്ച് ഉണ്ടാക്കുന്നത്, അതായത് ഇതിന്റെ ഈ ഔട്ടർ കോർ ഉണ്ടല്ലോ, അതായത് ഡീഹള്ളിംഗ് എന്നുള്ള പ്രോസസ്സ് അറിയില്ലേ? അപ്പൊ ഡീഹള്ളിംഗ് എന്ന് വെച്ചാൽ അതിന്റെ ഹള്ള് റിമൂവ് ചെയ്യുന്നതിന് ഡീഹള്ളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പൾസസിൽ ചില പൾസസിന്റെ ഈ ഔട്ടർ കോട്ടിംഗ് അല്ല, നമ്മളിപ്പോ ഉഴുന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഉഴുന്നിന് ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു കോട്ടിംഗ് ഉണ്ടാവുക. ആ ഒരു ഔട്ടർ ഷെല്ല് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് പുറത്ത് ഇങ്ങനെ സ്ക്രാച്ചസ് ഉണ്ടാക്കും ഈ അബ്രാസീവ് മെറ്റീരിയൽസിനുള്ളിലൂടെ പാസ് ചെയ്തിട്ട്. അതായത് കാർബറണ്ടം പോലെയുള്ള കാർബറാണ്ടം എന്നുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. അതുപോലുള്ള അബ്രാസീവ് മെറ്റീരിയലിന്റെ ഇടയിൽ കൂടാതെ ഇങ്ങനെ പാസ് ചെയ്തിട്ട് സ്ക്രാച്ചസ് ഉണ്ടാക്കും. ഈ സ്ക്രാച്ചസ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മിനറൽ ഓയിൽ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ സ്ക്രാച്ചസ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് പിറ്റിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ മിനറൽ ഓയിൽ ആഡ് ചെയ്യും. മിനറൽ ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷെല്ല് കുറച്ചും കൂടെ ലൂസൺ ആവും. ഓക്കെ, ഔട്ടർ ഷെല്ല് കുറച്ചുകൂടെ ലൂസൺ ആവും. ആ ലൂസൺ ആയതിനു ശേഷം ഈ ഷെല്ല് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പ്രീ ട്രീറ്റ്മെന്റ് ആയിട്ടാണ് പിറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പിറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് ഡ്രൈ മില്ലിങ്ങിലാണ് കേട്ടോ ഉണ്ടാവുക. വെറ്റ് മില്ലിങ്ങിലാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റെഡ് എർത്തുമായിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, ഈ ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ഔട്ടർ ഷെല്ലൊക്കെ റിമൂവ് ചെയ്തതിനു ശേഷം ഡ്രൈ മില്ലിങ്ങിൽ ഔട്ടർ ഷെല്ല് ഡീഹൾ ചെയ്തതിനു ശേഷം ചില പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ അത് അപ്പൊ പിന്നെ അബ്രാസീവ് മെറ്റീരിയൽ വെച്ചിട്ട് അതിനൊന്ന് പോളിഷ് ചെയ്തെടുക്കും. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിഷർ ഉണ്ട്. ഇപ്പൊ റൈസ് മില്ലിങ്ങിൽ നിങ്ങൾ കോൺ പോളിഷർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ അബ്രാസീവ് മെറ്റീരിയലുള്ള നമ്മളിപ്പോ നമ്മുടെ വിൻഡോയിലൊക്കെ ഈ റസ്റ്റ് വന്നു കഴിഞ്ഞാൽ സാൻഡ് പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യില്ലേ, അതുപോലെ തന്നെ ആ ഒരു കോണിന്റെ ആ ഒരു സർഫസിൽ അബ്രാസീവ് മെറ്റീരിയൽ ആയിട്ടുള്ള കാർബറാണ്ടം പോലുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പൊ ആ മെറ്റീരിയൽ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തിട്ട് ആ ഒരു സർഫസ് പിന്നെ ഭയങ്കര സ്മൂത്തൻ ചെയ്യുന്ന പ്രോസസ്സാണ് പോളിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റൈസ് മില്ലിങ്ങിലാണെങ്കിലും വീറ്റ് മില്ലിങ്ങിലാണെങ്കിലും പിന്നെ റൈസ് മില്ലിംഗ് വീറ്റ് മില്ലിംഗ് നമ്മളെ ഡിഫറൻസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈസ് ആകുമ്പോൾ റൈസ് മില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് അത് റൈസ് അല്ല, പാഡി മില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് റൈസ് ആണ്. ഓക്കെ, പക്ഷെ വീറ്റ് മില്ലിംഗ് നിന്ന് ഉദ്ദേശിക്കുന്നത് വീറ്റിനെ മില്ല് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പൗഡേഴ്സ് ആണ്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഏതൊരു സിറിയൽസ് ആണെങ്കിലും പൾസസ് ആണെങ്കിലും മില്ലിംഗ് ചെയ്യുന്ന സമയത്ത് അതിനെ പോളിഷ് ചെയ്തിട്ട് സ്മൂത്തൻ ചെയ്യുന്നതിനാണ് പോളിഷിംഗ് എന്ന് പറയുന്നത്. റൈസ് മില്ലിങ്ങിന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൗൺ റൈസ് എന്താവും? പോളിഷ് ചെയ്തതിനു ശേഷം വൈറ്റ് റൈസ് ആവും. ഓക്കെ, പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിഫറൻസും കൂടെ അറിഞ്ഞിരിക്കാം. ഓക്കെ, പിന്നെ വീറ്റ് പ്രോട്ടീൻ ആർ ലോ ഇൻ ദിസ് അമിനോ ആസിഡ്. വീറ്റ് പ്രോട്ടീനിൽ ഏറ്റവും കുറവുള്ള അമിനോ ആസിഡ് ഏതാണെന്നാണ്? ഏത് അമിനോ ആസിഡ് ആണ്? നിങ്ങൾ പറഞ്ഞു ഏത് അമിനോ ആസിഡ് ആണ്? സാധാരണ സീരിയൽസിൽ ഏറ്റവും ഡെഫിഷ്യന്റ് ആയിട്ടുള്ള 2 അമിനോ ആസിഡ് ഉള്ളത്, ഒന്ന് ലൈസിൻ, ഓക്കെ, ഒന്ന് ലൈസിൻ അതുപോലെ തന്നെ ട്രിപ്റ്റോഫാൻ. ഓക്കെ, 2 അമിനോ ആസിഡ് ഉള്ളത്. ഈ ട്രിപ്റ്റോഫാൻ ഏറ്റവും കൂടുതൽ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സാധാരണ കോൺസിലാണ്, അതുപോലെ തന്നെ വീറ്റിലും കോണിലുമാണ് ട്രിപ്റ്റോഫാൻ ഭയങ്കര ഡെഫിഷ്യന്റ് ആയിട്ടുള്ളത്.
പിന്നെ റൈസിലൊക്കെ ട്രിപ്റ്റോഫാൻ കണ്ടന്റ് ഡിപ്പെൻസ് അപ്പോൺ വെറൈറ്റി അനുസരിച്ചിട്ട് അത്യാവശ്യം കണ്ടന്റ് ഉണ്ട്. പക്ഷെ വീറ്റിലും കോണിലും എടുത്തു കഴിഞ്ഞാൽ ട്രിപ്റ്റോഫാൻ ഭയങ്കര കുറവായിരിക്കും. വീറ്റിലും കോണിലും ഏതൊരു സീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ ലൈസീൻ ഭയങ്കര കുറവാണ്. ഡെഫിഷ്യന്റ് ഇൻ ലൈസീൻ. ഓക്കെ, ജനറലി പറയുകയാണെങ്കിൽ സീരിയൽസ് ഡെഫിഷ്യന്റ് ഇൻ ലൈസിൻ ആൻഡ് ട്രിപ്റ്റോഫാൻ. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നെക്സ്റ്റ് വൺ, പിന്നെ ഇതിന്റെ കൂടെ ഒന്ന് പറയാനുള്ളതാണ്, പൾസസിൽ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള അമിനോ ആസിഡ് ഏതാ? നമ്മൾ സീരിയൽസും പൾസസും ഒരുമിച്ച് കഴിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഈ നമുക്ക് ഈ ഒരു മിഡ് ഡേ മീൽ പ്രോഗ്രാം കൊണ്ടുവരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ പയറും കഞ്ഞിയും സ്കൂളിലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനൊരു റീസൺ ഉണ്ട്. അപ്പൊ നമുക്ക് എൻറ്റയർ പിന്നെ എല്ലാ എസെൻഷ്യൽ അമിനോ ആസിഡ് അതിൽ പ്രസന്റ് ആയിരിക്കണം എന്ന് പറയാറുണ്ട് അല്ലെ? അപ്പോ അതിന് വേണ്ടിയിട്ടാണ് പയറും കഞ്ഞിയും കൊടുക്കുന്നത്. അപ്പൊ അതിനൊരു കൃത്യമുള്ള റീസൺ ഉണ്ട് മിഡ് ഡേ മീൽ പ്രോഗ്രാം തുടങ്ങാനുള്ളത്. കാരണം മിഡ് ഡേ മീൽ ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇതൊക്കെ EFS1 ചോദിക്കുന്നുണ്ട് കേട്ടോ, CFS1. പൾസസ് എടുത്തു കഴിഞ്ഞാല് പിന്നെ അതില് മെഥിയോണിനും ഡെഫിഷ്യന്റ് ആയിട്ടുള്ള 2 അമിനോ ആസിഡാണ്, സിസ്റ്റീനും മെഥിയോണിനും. 2 സൾഫർ കണ്ടന്റിങ് അമിനോ ആസിഡ് ആണ്, സിസ്റ്റീനും മെഥിയോണിനും. ഓക്കെ, മെഥിയോണിനും ആണ്. സിസ്റ്റീനും മെഥിയോണിനാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള 2 അമിനോ ആസിഡ് ഇൻ പൾസസ്. പക്ഷെ പൾസസിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ളത് ട്രിപ്റ്റോഫാനും ലൈസിനും ആണ് കേട്ടോ. സീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ സീരിയൽസിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള 2 അമിനോ ആസിഡ് ആണ് സിസ്റ്റീനും മെഥിയോണിനും. സീരിയൽസിൽ സാധാരണ പ്രോട്ടീൻ കണ്ടന്റ് കുറവാണ്, പക്ഷെ സീരിയൽസിൽ സിസ്റ്റീനും മെഥിയോണിനും കണ്ടന്റ് ഉണ്ട്. ഓക്കെ, പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് ആണ്. അതുകൊണ്ട് പ്ലാന്റ് ബേസ്ഡ് സോഴ്സ് കുറവായിരിക്കും, അമിനോ ആസിഡ് കുറവായിരിക്കും. സോഴ്സ് എടുത്തു കഴിഞ്ഞാല് എല്ലാ എസെൻഷ്യൽ അമിനോ ഉണ്ട്. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുകൂടെ മിൽക്ക് എടുത്ത് ആയിട്ടുള്ള അമിനോ ആസിഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഓക്കെ, മൂവ് ടു ദ നെക്സ്റ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, the radiation dose used to delay the sprouting in vegetables and ripening of fruits. ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസിന്റെ റൈപ്പനിങ്ങിനെയും അതുപോലെ തന്നെ സ്പ്രൗട്ടിങ്ങിനെയും ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഡോസാണ് യൂസ് ചെയ്യുക? റേഡിയേഷൻ. റേഡിയേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ റേഡിയേഷൻ നമുക്കറിയാം, റേഡിയേഷന്റെ സിമ്പിള് റാഡുറയാണ്. കിലോഗ്രാമിലാണ് യൂഷ്വലി അതിന്റെ ഡോസ് റെപ്രസെന്റ് ചെയ്യുന്നത്. സീഷ്യം 137 കൊബാൾട്ട് 60 ആണ്. 2 ഐസോടോപ്പാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ഇലക്ട്രോൺ ബീമും എക്സ്റേയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ് കോമൺ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. സോ അതുകൂടാതെ ഇതിലേറ്റവും നമുക്കറിയാം റേഡിയേഷൻ ഡോസ് എത്രയാണ്. കാരണം സ്പ്രൗട്ടിങ്ങും അതുപോലെ തന്നെ റൈപ്പനിങ്ങും ഡിലേ ചെയ്യാൻ വേണ്ടി വളരെ ചെറിയ ഡോസ് മതി. അപ്പൊ ഇതിലത്തെ ഏതായിരിക്കും ആൻസർ? വളരെ ചെറിയ ഡോസ് തന്നെ അത് ഡിലേ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ഏതായിരിക്കും പിന്നെ ആൻസർ വരിക? പറഞ്ഞോളൂ വേഗം. ലെസ് ദാൻ 1 കിലോഗ്രാം ആണോ? ലെസ് ദാൻ 1 കിലോഗ്രാം ആണ് കറക്റ്റ് ആണ് ആൻസർ. താങ്ക് യു. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. അപ്പോ വളരെ കുറച്ച് ഡോസ് മാത്രം നമ്മൾ യൂസ് ചെയ്തു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, അച്ചീവിംഗ് ഫുഡ് സേഫ്റ്റി ഇൻ മൾട്ടി സെക്ടോറിയൽ ഇഫക്ട് റിക്വയറിംഗ് എക്സ്പെർട്ടൈസ് ഫ്രം ഡിസിപ്ലിൻ സച്ച് ആസ്. ഫുഡ് സേഫ്റ്റി ഇസ് എ മൾട്ടി സെക്ടോറിയൽ എഫേർട്ട് റിക്വയറിംഗ് ഏതൊക്കെ ഡിസിപ്ലിനിലാണ് നമുക്ക് പിന്നെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാർ വേണ്ടത് ഫോർ ഫുഡ് സേഫ്റ്റി? ഇതിൽ ടോക്സിക്കോളജി, ഹെൽത്ത് ആൻഡ് പാരസിറ്റോളജി, മൈക്രോബിയൽ ന്യൂട്രീഷൻ ആൻഡ് മെഡിസിൻ, ബോത്ത് 1 and 2, none of the above. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ് അവർ ചോദിക്കാറുള്ളൂ CFS1. ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ എടുത്ത് നോക്കിയാൽ ഫുള്ള് കൺഫ്യൂഷൻ ആണ്. അതിന്റെ ആൻസർ കീ കണ്ടിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ സിമ്പിൾ ആയിരിക്കും, ആൻസർ കീ ഇല്ലാതെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എല്ലാം കൺഫ്യൂസിംഗ് ആയിരിക്കും. അപ്പൊ അതൊന്നും അറിഞ്ഞിരിക്കുക. എന്താണ് ആൻസർ വരിക? ഇതാണോ അല്ല രണ്ടും കൂടിയിട്ടുള്ളതാണോ? ഏതായിരിക്കും ആൻസർ? ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ബോത്ത് ഉണ്ട് കേട്ടോ. അതായത് ടോക്സിക്കോളജി ഹെൽത്തും വരും, പാരസെറ്റോളജി നമുക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും അല്ലെ? നിങ്ങൾ അതുപോലെയാണ് ചിന്തിക്കുന്നുണ്ടാവുക ഡെഫിനറ്റ്ലി. പക്ഷെ അതിന് കൂടെ നമുക്ക് ഇമ്പോർട്ടന്റ് വരുന്നത് മൈക്രോബയോളജി, ന്യൂട്രീഷൻ വേണം,
മെഡിസിൻ നമുക്ക് വേണമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. പാരസെറ്റോളജി മെഡിസിനും നമുക്ക് ഡൗട്ട് ആയിരിക്കും. പക്ഷെ മൈക്രോബയോളജി ന്യൂട്രീഷനും ടോക്സിക്കോളജിയും ഹെൽത്തും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എല്ലാ ഡിസിപ്ലിനിലുള്ള ആൾക്കാരും നമുക്ക് ആവശ്യമാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. സോ നെക്സ്റ്റ് വൺ, ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് FSSAI. സോറി, ഇത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. FSSAI ആണ്. ഞാൻ തന്നെ തെറ്റിച്ചുള്ളത് കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ആയതാണ് കേട്ടോ ക്വസ്റ്റ്യൻ. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. അപ്പൊ മെയിൻ ഫംഗ്ഷൻ ഓഫ് FSSAI എന്താണ്? ടു ഫ്രെയിം റെഗുലേഷൻ, ടു ലേ ഡൗൺ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി ആണോ? ടു ഗ്രാൻഡ് ലൈസൻസ് ആൻഡ് സർട്ടിഫിക്കേഷൻ ആണോ? ടു പ്രൊമോട്ട് അവയർനെസ് അബൌട്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആണോ? ഏതായിരിക്കും കറക്റ്റ് ആൻസർ? All the above. ഓൾ ഓഫ് ദ എബോവ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ ഓൾ ഓഫ് ദ എബോവ് വരുമ്പോൾ ചില എല്ലാ കാര്യത്തിലും ഓൾ ഓഫ് ദ എബോവ് കറക്റ്റ് ആവണമെന്നില്ല കേട്ടോ. ഓക്കെ, പക്ഷെ ഈ ഒരു കേസിൽ നമുക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയാം എല്ലാം ഉണ്ട്. ഓക്കെ, ഈ ഒരു കേസിൽ. നെക്സ്റ്റ് വൺ, അക്കോർഡിംഗ് ടു FSSAI Act 2006, any material which is or could be employed for making the food unsafe or substandard or misbranded or containing extraneous matter is called as. ഇതൊക്കെയാണ് വരുന്നത്. അൺസേഫ് ഓർ സബ്സ്റ്റാൻഡേർഡ് ഓർ മിസ്ബ്രാൻഡഡ് ഓർ കണ്ടെയ്നിങ് എക്സ്ട്രേനിയസ് മാറ്റർ ഈസ് കോൾഡ് ആസ്. അഡൾട്ടറന്റ് ആണോ? അഡൾട്ടറന്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, അഡൾട്ടറന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് FSSAIയുടെ സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു ഡെഫിനേഷൻ തന്നെയാണ് കേട്ടോ ഇത്. FSSAI Act 2006 നമുക്ക് ഈ അഡൾട്ടറേറ്റിംഗ് കണ്ടാമിനൻസിന്, അഡിക്റ്റീവ്സിനും ടോക്സിക്കന്റിനൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ അത് ഏത് സെക്ഷനിലാണെന്നൊക്കെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. സോ അതിൽ അഡൾട്ടറന്റിന്റെ ഡെഫിനേഷൻ ആണ് ഇത്. മെറ്റീരിയൽ വിച്ച് ഈസ് ഓർ കുഡ് ബി എംപ്ലോയ്ഡ് ഫോർ മേക്കിംഗ് ഫുഡ് ഈസ് അൺസേഫ്. അപ്പൊ അൺസേഫിന് വേറൊരു ഡെഫിനേഷൻ ഉണ്ട് കേട്ടോ. സബ്സ്റ്റാൻഡേർഡ് ഫുഡിന് ഒരു ഡെഫിനേഷൻ ഉണ്ട്, മിസ്ബ്രാൻഡഡ് ഫുഡിന് ഒരു ഡെഫിനേഷൻ ഉണ്ട്, കണ്ടെയ്നിങ് എക്സ്ട്രേനിയസ് മാറ്റർ എന്നുള്ളതിന് വേറൊരു ഡെഫിനേഷൻ ഉണ്ട്. അപ്പൊ ആ ഡെഫിനേഷൻ കൂടെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ അഡൾട്ടറന്റ് അതിന് പറയുന്ന പേരാണ് അഡൾട്ടറന്റ്. ഓക്കെ, so next one, the seller shall be liable under FSSAI Act for any article of food which is sold after the date of expiry ആണോ misbranded ആണോ? അല്ല, ബോത്ത് ആയിരിക്കും. അതായത് FSSAI ആക്ട് പ്രകാരം ഒരു സെല്ലർ കുറ്റവാളിയാണെന്ന് പറയുന്നത് ഏതൊക്കെ കേസിലായിരിക്കും? സോൾഡ് ആഫ്റ്റർ ഡേറ്റ് ഓഫ് എക്സ്പയറി, ഒരു പ്രൊഡക്റ്റ് ഡേറ്റ് ഓഫ് എക്സ്പയറിക്ക് ശേഷം സെൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മിസ്ബ്രാൻഡ് ചെയ്യുമ്പോഴാണോ? അല്ല, രണ്ടും വരും. പറയട്ടെ, ഇതിൽ രണ്ടും വരും. ഇത് രണ്ടും കുറ്റാണ്. ഓക്കെ, ഇത് രണ്ടിനും ഓരോരോ പിന്നെ എന്താ പെനാൽറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോ മിസ്ബ്രാൻഡ് ചെയ്താലും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് സെൽ ചെയ്താലൊക്കെ തെറ്റാണ്. ഓക്കെ, സോ അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനും പെനാൽറ്റിയും അതിന്റെ ഇംപ്രീസ്മെന്റ് ഒക്കെ എത്രയാണെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ പറയുന്നില്ല. ഓക്കെ, ഇത്രയാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ താങ്ക് യു.